ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനുണ്ടല്ലോ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് വരെ ഒന്ന് പോവാണ് കേട്ടോ. കുറേ ദിവസമായി മാതാവിൻ്റെ അടുത്ത് പോയിട്ട്, ഇപ്പോൾ 10-12 ദിവസമായി തോന്നുന്നു മാതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട്. നമ്മൾ ഈ വഴിയായിരുന്നു, വളകോട് വഴിയായിരുന്നു നമ്മൾ പാലായ്ക്ക് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം മാതാവിൻ്റെ അടുത്ത് പോകണം. അമ്മുനയിൽ ആരോ ഒരാൾ 100 രൂപ കൊടുത്തിട്ട് മോനെ തിരി കത്തിക്കണമെന്ന് കണ്ട് ഏതൊരു ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മു 100 രൂപ ഇന്നലെ ഇട്ട് തന്നാണ്. ഇന്നലെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ എൻ്റെ ഒരു അനീതിക്കുട്ടി പറഞ്ഞായിരുന്നു തിരി കത്തിക്കണമെന്ന്, അവളുടെ വീടും സ്ഥലവും കച്ചവടം ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അതിനൊരു തിരി കത്തിക്കണം. അതും പറഞ്ഞിട്ട് 2-3 ദിവസമായി. പക്ഷേ എനിക്ക് പോകാനായിട്ടുള്ള ഒരു ശകലം പോലും ഉള്ള ഒരു ഇത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ 3-4 പേര് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണേ തിരി കത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും തിരി കത്തിക്കാനും ഒക്കെ ആയിട്ട് മാതാവിൻ്റെ അടുത്തിട്ട് പോകണം. പിന്നെ ഉപ്പുവരെ നമ്മുടെ റേഷൻ കടയിൽ ഒന്ന് പോകണം, ഗോതമ്പുണ്ടെങ്കിൽ ഇച്ചിരി മേടിക്കണം. നമ്മുടെ കോഴിക്ക് ഇതാണ് കോഴിത്തീറ്റ മാത്രം കൊണ്ട് അവർക്ക് പറ്റുന്നില്ല, തികയുന്നില്ല. അപ്പോൾ കിട്ടിയാലും ഉണ്ടോയെന്ന് അറിയത്തില്ല, ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. കിട്ടിയാലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി സന്തോഷമുണ്ട്, നല്ലൊരു ഹാപ്പി ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലായിൽ എന്നെ കൊണ്ടുപോയത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ലേഹ എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു കേട്ടോ. എൻ്റെ സംഘത്തിലെ എൻ്റെ സജിതയുടെ അമ്മയായിരുന്നു കൊണ്ടുപോയത്. അപ്പം ലേഖ ചേച്ചി എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരാൾ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നടക്കാനും മുട്ടിനും എല്ലാം ഭയങ്കര പ്രശ്നവും വേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഞാൻ പോയ നമ്മുടെ തെറാപ്പി സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ എങ്ങനെയാണ്ട് റൂം എടുത്ത് ചേട്ടത്തി അനിയത്തിയും കൂടെ റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു 10-15 ദിവസം ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് ബോഡിയൊക്കെ ക്ഷീണിച്ച് നന്നായിട്ട് വേദനയൊക്കെ കുറഞ്ഞായിരുന്നു. പക്ഷേ ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കില്ല. ആടും കോഴിയും പട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് എവിടെയോ ഉരുണ്ട് വീണ്ടും വേദനയായി. അപ്പം എൻ്റെ കൂടെ വന്നത്. പക്ഷെ അന്ന് ഒരു ദിവസം വന്നോളൂ, ആൾക്ക് മുട്ടിയരുടെയൊക്കെ തേഞ്ഞ് തീരാറായതാണ്. അതുകൊണ്ട് വണ്ടിയിലൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ വന്നില്ല. പക്ഷേ ഒരു ഇത് ചെയ്തായിരുന്നു, വലിയൊരു നേട്ടം ആൾ കൈവരിച്ചു. ആ മിഷ്യൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു കേട്ടോ. അതിന് 2,76,000 രൂപയാണ് ആ മിഷ്യന്. അപ്പോൾ ചേച്ചി ഇന്നത് ഒരു ഉദ്ഘാടന മുടക്ക് വെച്ച് തുടങ്ങുവാണ് കേട്ടോ. കാരണം ഇത്രയും വേദന അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഒരു 10 പേർക്ക് ഒരു ഉപകാരപ്രദമാകുവാണെങ്കിൽ ആകട്ടെ എന്ന് വെച്ച് ചെറിയൊരു എന്നാ പറയുന്നത്, ചെറിയൊരു തുക മേടിച്ചുകൊണ്ട്. കാരണം അല്ലെങ്കിൽ കറണ്ട് ബില്ലും വാടകയൊക്കെ കൊടുക്കണ്ടേ. ഇപ്പോൾ വീട്ടിലല്ല, വീട് ചേച്ചിട്ട് കുറേ മുകളിലോട്ട് കയറി പോകണം. അതുകൊണ്ട് റോഡ് സൈഡിലൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ തുടങ്ങുവാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്നാണ് ആ മെഷീൻ നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അപ്പം അവർ 11:30 ആകുമ്പോഴത്തേനും മെഷീൻ കൊണ്ടുവരും. അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. പിന്നെ അവരുടെ ഒരു ക്ലാസ് ഉണ്ട്, നമ്മുടെ അവിടുത്തെ ആ സെൻറ്ററിലെ ഒരു മോള് വന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കൂടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീനിൽ എന്നാ പറഞ്ഞത്, ചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചാണെങ്കിലും നമുക്കൊക്കെ ഉപകാരപ്രദമായിട്ട് വേണ്ടവർക്ക് പോയി ആ മെഷീൻ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദനകളും പ്രശ്നങ്ങളും ഈ ആശുപത്രിക്ക് കൊണ്ട് കാശ് കൊടുക്കുന്നതിലും നല്ലതല്ലേ. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്തും കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. മിന്നുന്ന് ഭയങ്കരമായിട്ട് വോൾട്ടേജ്, കറണ്ട് ഇല്ലായിരുന്നു. അപ്പം കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9:30 വീഡിയോ ഇട്ടത്. കറണ്ടേ ഇല്ലായിരുന്നു, നെറ്റും കിട്ടുന്നില്ലായിരുന്നു, എന്തോ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്തായാലും ഉദ്ഘാടനത്തിലും പങ്കെടുക്കാം. മെഷീനേലും ഇപ്പം 2 ദിവസം ആയല്ലോ കയറിയിട്ട്. അപ്പോൾ മെഷീനേലും കയറാം. അതുപോലെ തന്നെ എല്ലാവരെയും ഒന്ന് കാണാം. സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പി വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും പോയി വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ മാതാവിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടനെയൊക്കെ താഴെ വെച്ചിട്ട് കയറി വന്നു. ഇവിടെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മഴയില്ലായിരുന്നു കഴിഞ്ഞിടയ്ക്കൊക്കെ, അതിന് ഇട്ടാന്ന് തോന്നുന്നു. അപ്പം തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 4 കൂട് മേടിച്ചു. അപ്പം മാതാവിനെ കത്തിക്കാം നമുക്ക് കേട്ടോ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഈ അമ്മ മാതാവ് ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ. അമ്മയുടെ മകനോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങളും ആ തക്കതായ സമയത്ത് എനിക്ക് നടത്തി തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ അടുത്തോട്ട് വരാൻ ലേറ്റ് ആകുമ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടവും വിഷമമാണ്. അതുകൊണ്ട് ഓടി വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് വന്ന് മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുറേ കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 10 ദിവസമായിരുന്നു മാതാവിൻ്റെ, 11-12 ദിവസമാണ് ഇന്ന് മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോയാലും ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കൊരു സമാധാനവും ശാന്തിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇങ്ങോട്ട് ഓടി വരാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു സാഹചര്യം കാരണം വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് വന്നു, കുറേ സമയം പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും എത്ര എന്നുള്ള മാതാവിയും ഒക്കെ ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം നിങ്ങളൊക്കെ മാതാവിനെ കാണുമ്പോൾ ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ മാതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും ആകുലതകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ മാതാവ് സാധിച്ചു തരും. നമ്മൾ ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കുന്നതിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അതിന് ഫലം കൂടുതലുണ്ടാവുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. കാറ്റ് കാരണം സ്റ്റാറൊക്കെ ഒരു വകയായിപ്പോയെന്ന് തോന്നുന്നു, ചെരിഞ്ഞൊക്കെ കിടക്കുന്നു. പക്ഷേ രാത്രി കത്തുമ്പോൾ നല്ലതായിട്ട് കിടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ മാതാവിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. വേറൊരു കുഞ്ഞ് വന്ന് തിരി എത്തിക്കാൻ വന്നിട്ടുണ്ട്. മാതാവിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുക കേട്ടോ. ഇവിടെ വരുമ്പോഴത്തെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്കറിയത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നത്തില്ല, അത്രയും ഒരു സന്തോഷമാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ സമയം 11:30 12 കണ്ടാണ്. 11:30 പറഞ്ഞ സിന്ധുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സമയം 11:15. അപ്പോൾ ഗോതമ്പ് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഈ വീട്ടിൽ വെച്ചിട്ട് ബെഡ്ഷീറ്റും ഒക്കെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് മിഷനെ കയറാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് പിടിച്ചു കേട്ടോ. പോലീസ് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പോക്കോന്ന് പറഞ്ഞ് അങ്ങ് വിട്ടിട്ടൊക്കെ ഉള്ളൂ. ഇന്ന് പോലീസ് പിടിച്ചു. പോലീസ് കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. നിർത്തുന്നതിന് മുമ്പേ അടുത്ത് വന്നിട്ട് ചോദിച്ചു ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവനുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി കേട്ടോ. നിർത്തിയിട്ട് അതും കറക്റ്റ് നമ്മുടെ ഇങ്ങോട്ടേക്ക് തിരിയുന്നതിൻ്റെ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി തിരിഞ്ഞ് എത്തിച്ചു. നമ്മുടെ സോണിച്ചേട്ടയൊക്കെ വീടിൻ്റെ അവിടെ ഇങ്ങോട്ടേക്ക് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയല്ലേ മുസ്ലിം വീടാണ്. അവിടെ വെച്ച് കേട്ടോ. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും ആർക്കും ഓടാൻ പറ്റത്തില്ല. സാറുമാർ അതൊക്കെ നോക്കി കണ്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. കാരണം ഒത്തിരി കളത്തരങ്ങളും കാര്യങ്ങളും നടക്കുന്നില്ലേ. ഇപ്പോൾ ഒത്തിരി കഞ്ചാവും ഈ ലഹരി സാധനങ്ങളെല്ലാം കൊച്ചു കൊച്ചു പിള്ളേരെ കൊണ്ട് വിപ്പിക്കുകയും പരിപാടിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആകെപ്പാടെ ഒരു ഇതായി പിടിച്ചപ്പോൾ അപ്പത്തേനും ഇപ്പോഴത്തെ വർക്ക്ഷോപ്പിലെ പിള്ളേരുടെ ഇറങ്ങി നിന്ന് നോക്കുവാണേ. എന്നിട്ട് അത് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് പേഴ്സ് എടുത്തിട്ട് നോക്കിയിട്ട് ആധാർ കാർഡ്, ലൈസൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാറേ ഞാൻ എടുത്തില്ലെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തില്ലേ, ലൈസൻസ് ഉള്ളതാണോ എന്ന് ചോദിച്ചു. അത് ഞാൻ 1 മിനിറ്റ് സാറേ നോട്ടി ഞാൻ നോക്കിപ്പോണ്ടല്ലോ കറക്റ്റ് തൂവാലാണ് ഇപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ദൈവഭാഗ്യം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല കേട്ടോ. അയ്യോ ദൈവഭാഗ്യം. അല്ല ഒരു ആധാരം ഞാൻ പഴയ ഒരു ആധാറും ഇതിനകത്ത് വെച്ചില്ലേ. പക്ഷെ ആധാർ മാത്രമേ ഉള്ളെന്നാണ് വിചാരിച്ചത്. അതിന് തൂവാലയുടെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് ചിരിച്ചിട്ട് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ അപ്പോൾ കറക്റ്റ് നമ്മുടെ അസോസിയേഷൻ്റെ മണിസാറ് വന്നു കേട്ടോ. അതിലെ അങ്ങോട്ട് നടന്നു പോകാം. അപ്പോൾ ഞാൻ സാറേ ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ പോവാം, കമ്മിറ്റിയുടെ മെയിൻ ആളാക്കും കേട്ടോ, ഏറ്റവും മെയിനായിട്ട് ആക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുള്ള നമുക്ക് അത്രയും വലിയ കാര്യപ്രാപ്തിയൊന്നും ആയില്ല. ഇവരെയൊക്കെ കണ്ടു പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തോട്ടൊക്കെ പോകാം അല്ലേ. ഇപ്പം നമ്മളൊന്നും അറിയത്തില്ല, അറിവിൽ ശിശുവല്ലേ. അപ്പം നമ്മൾ ചാടിക്കറി അങ്ങനെ ചെയ്യുന്നതല്ലോ. അപ്പം എന്തേ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അടുത്തത് നമ്മുടെ ലേഖ ചേച്ചിയുടെ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകണം. മാതാവിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവേ അവർ ഇത്രയും പൈസ മുടക്കിയൊക്കെ ചെയ്യുന്നതാണ്. അവർക്ക് ഒരു കുറച്ചെങ്കിലും പൈസയൊക്കെ കൊടുത്ത് എല്ലാവരും ചെന്ന് സഹായമാകണേ. പിന്നെ അതുകൊണ്ട് തന്നെ ചെല്ലുന്നവർക്ക് ആർക്കും ഒരാൾത്തനത്തും പറ്റാതെ രോഗം മാറി സൗഖ്യം കിട്ടി എന്നുള്ളൊരു വാർത്ത കിട്ടണേന്ന്. കാരണം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല അനുഭവം തന്നെയാണ് കേട്ടോ. ആ ട്രസ്റ്റ് ഇതിൽ പോയിട്ട് സെൻറ്ററിൽ പോയിട്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞൊരു ഗ്രാമമല്ലേ ഉപ്പുതറ. അപ്പോൾ ഈ ഉപ്പുതറ ഗ്രാമത്തിൽ ഇങ്ങനെ ഓരോന്ന് പടിപടിയായിട്ടാണ് ഉണ്ടായി വരുന്നത്. ആദ്യത്തെ ഹൈറേഞ്ചിലെ കുടിയേറ്റ മേഖലയിലെ പള്ളിയാണ് നമ്മുടെ ഫറോനപ്പള്ളി ഉപ്പുതറ പള്ളി എന്ന് പറഞ്ഞവർക്ക് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ഹൈറേഞ്ചിലെ ആദ്യത്തേതാണ്. സ്കൂള് OMLP സ്കൂള്, സെൻറ്റ് ഫിലോമിനാസ്, അങ്ങനെ അതെല്ലാം ഹൈറേഞ്ചിലെ ആദ്യത്തെ പേരെടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ കയറി വരുമല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ താഴ്ത്തുമല്ലോ. അങ്ങനെയുള്ള കാര്യത്തിൽ ഇതൊരു വലിയൊരു സംരംഭമായി മാറട്ടെ. മറ്റുള്ള ആൾക്കാരുടെ രോഗം, ഈ കാലിനുവേനയും കൈക്കുവേനയും ഒക്കെ ഇല്ലാത്തവർ, നടുവേനയൊന്നും ഇല്ലാത്തവർ അപൂർവമാണ് സ്ത്രീകളിലൊക്കെ, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായ സെൻറ്ററായി മാറട്ടെ. ജഗദീശ്വരൻ നല്ല രീതിയിൽ ആ ഒരു പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പം ഞാനും കൂടെ ചെല്ലാം കേട്ടോ. എങ്ങനെയുണ്ട് എന്തായെന്ന് അറിയത്തില്ലോ. അപ്പം ഞാനിവിടെ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ലേഖ ചേച്ചിയെ വിളിച്ചു നോക്കിയേ. സമയം ഇപ്പം 11:30 കഴിഞ്ഞു, 11:45 അപ്പോൾ 12 ആകുമ്പോഴത്തേക്കും തുടങ്ങാമെന്നായിരുന്നു. ഉദ്ഘാടനം 12 ആകുമ്പോൾ അത് കഴിഞ്ഞാൽ 1 മണി എങ്ങാണ്ട് രാവുമോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കെങ്ങാണ്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ 12 ആകുമ്പോഴത്തേക്ക് നീ ഉറപ്പായിട്ട് മാറി. ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ ഇപ്പം ഞാൻ വിളിച്ച് ചോദിച്ചേ. അപ്പോൾ അവർ വാഗമണ്ണ് കഴിഞ്ഞതേ ഉള്ളൂ, ഒന്ന് മിഷനുമായിട്ട് വരുന്നത് അവർ വാഗമണ്ണ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേനും ലേറ്റ് ആവും.
അപ്പോൾ രാവിലെ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. എന്നാൽ നമുക്ക് ഇവനെ ഒരെണ്ണത്തിനെ തട്ടിയിട്ട് പോകാം. അത് വിചാരിച്ചു കേട്ടോ, നന്നായിട്ട് പഴുത്തിരിക്കുക. എന്നാൽ ഒരെണ്ണം തട്ടാല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? നല്ലതായിട്ട് പഴുത്തിരിക്കുക കേട്ടോ. ഇത് ഞെങ്ങിക്കൊള്ളുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ ആഗ്രഹിച്ചു കേട്ടോ ശമ്പൂനും കിങ്ങിണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷെ അവർ വന്നില്ല. പിന്നെ ഞാൻ നമുക്ക് കളയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാം. പിന്നെ ഈ പരിസരക്കാർക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാ വീടുകളിലും ഉണ്ട് ആത്തപ്പഴമൊക്കെ. അപ്പോൾ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് ഇന്നലത്തെ അത്രയും മധുരമില്ലേലും ഇത് വളമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ട്, മധുരമുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെ കാണിച്ച് അങ്ങനെ കുതിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഉദ്ഘാടനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് പൈസ കൊടുത്തത് കിട്ടി. അല്ല, പൈസ കിട്ടിയതാണോ പൈസ കൊടുത്തത് കിട്ടിയത്? അയ്യോ മതി, ഫോട്ടോ കിട്ടിയോ പൈസ കിട്ടിയോ? അതിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവാ കേട്ടോ. നട്ടെല്ലിന് കാര്യം ഈ മസാജ് കിട്ടുന്ന നട്ടെല്ലിന്. അപ്പൊ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, കാര്യം ശരിയാ. പക്ഷെ ചൂടാണ്, അങ്ങോട്ട് ചെല്ലുമ്പോൾ മെറ്റലിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് വേറെ എന്തെങ്കിലും ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കും. അതുകൊണ്ട് നട്ടെല്ലിന് കംപ്ലൈന്റ് ഒക്കെ ഇട്ടവർക്കാണെങ്കിൽ അനുവദിക്കരുത്. ബാക്കി ഏണിനോ തോളിനോ കൈക്കോ കാലിനോ ഒരു വിഷയമില്ല. കാലിന് ഇതിന് നമുക്ക് ലെഗ് തെറാപ്പി എടുക്കാനായിട്ട് സാധിക്കുമല്ലോ. കാലെ കമ്പിയിട്ടവർക്ക് ലെഗ് തെറാപ്പി കൊടുക്കരുത്, പക്ഷെ നടുവിന് കൊടുക്കാം. കാലെ കമ്പ്യൂട്ടർക്ക് നട്ടലിന് കൊടുക്കാച്ചാ നേരെ കിടക്കാം. ഇതിൽ നമുക്ക് കാലിന് നമുക്ക് തെറാപ്പി എടുക്കാൻ പറ്റും. അത് നമ്മുടെ തെറാപ്പിയിലൂടെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ തലച്ചോറ് മുതൽ നമ്മുടെ കാല് വരെയുള്ള അവയവങ്ങളിലേക്കുള്ള ഞരമ്പുകൾ കടന്നു പോയിരിക്കുന്നത് ഈ നട്ടലിന്റെ ഓരോ കശേരുക്കളുടെ ഇടയിലൂടെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഷോൾഡർ വരെ, തലച്ചോറ് മുതൽ ഷോൾഡർ വരെ സെർവിക്കൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലൂടെ കടന്നത്. അതായത് പ്രത്യേകം ഒന്നും ചെയ്യേണ്ട. നട്ടലിന് തെറാപ്പി ചെയ്യുമ്പോഴത്തേക്കും ഇതിലേക്ക് ഈ വേദന വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നട്ടലിന്റെ ഈ ഭാഗത്തുള്ള കശേരിയിൽ നിന്ന് കൈയിലേക്ക് വന്നിരിക്കുന്ന ഞരമ്പ് അവിടെ ജാം ആയിരുന്നിട്ടാണ് വേദന വരുന്നത്. കൈ പൊക്കാൻ പറ്റാത്തതും ഷോൾഡർ പെയിൻ വരുന്നത്. തേയ്മാനം ഇല്ല. തേയ്മാനം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാര്യം നമുക്ക് ഈ ഒരു ജോയിന്റ് ഭാഗത്ത് ഈ രണ്ട് എല്ല് ചേർന്നെടുത്തായിട്ട് ഒരു ജെല്ലുണ്ട്, ജലാംശം നിറഞ്ഞ സംഭവം. രക്തയോട്ടം കുറയുമ്പോൾ, അതായത് ഇവിടെ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഞരമ്പ് നട്ടലിന്റെ അവിടെ ജാം ആയിട്ട് ഇതിലൂടെ സർക്കുലേഷൻ ആവാതെ വരും. രക്തയോട്ടം നല്ല രീതിയിൽ നടന്നാലേ ഇതിലെ ജലാംശം നിലനിർത്തത്തുള്ളൂ. അപ്പൊ രക്തയോട്ടം കുറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇതിലെ ജലാംശം നഷ്ടപ്പെടും. അപ്പൊ അത് അവിടെ ഒരു പാട പോലെയാവും. അന്നേരം ഈ എല്ലുകൾ തമ്മിൽ കൂട്ടുമുട്ടുന്നതിനാണ് ഡോക്ടേഴ്സ് പറയുന്നത് തേയ്മാനം. പക്ഷെ നമ്മുടെ തെറാപ്പിയിലൂടെ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ജാം ആയിരിക്കുന്ന ഞരമ്പിനെ ഫ്രീ ആക്കും, പിടിച്ച് നമ്മുടെ കുഴ തെങ്ങിയതൊക്കെ പിടിച്ചിടത്തില്ലേ എന്ന് പറഞ്ഞതിന്റെ കൂട്ട് അത് വൈദ്യന്മാര് ചെയ്യും, നമ്മുടെ മെഷീൻ ചെയ്യും. നമ്മൾ പോലും അറിയില്ല ചെയ്യുന്നത്. നിങ്ങളെ മസാജ് ചെയ്യുന്നത്, അതായത് ഈ FIR നമുക്ക് സൂര്യനിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, നമ്മുടെ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങളിലും കൂടെ നമുക്ക് കിട്ടും. ഒന്ന് ജെയ്ഡ് സ്റ്റോൺ എന്ന് പറയും. അതായത് ഈ കൊറിയൻ മലകളിലൊക്കെ പറഞ്ഞ മലകളിൽ ബാധിക്കപ്പെട്ട ഒരു പച്ചക്കല്ലാണ് ജെയ്ഡ് സ്റ്റോൺ. അത് ചൂടാവുമ്പോൾ അതിൽ നിന്നും വരുന്നത് ഈ FIR ആണ്. രണ്ട്, നമുക്ക് വളരെ പരിചിതമായ ഒരു സാധനമാണ് കളിമണ്ണ്. പണ്ട് കളിമണ്ണിന്റെ മണ്ഡലത്തിലൊക്കെ അല്ലേ മാത്രമല്ലേ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓടിട്ട് വീട്ടിൽ കിടന്നവർക്ക് കളിമണ്ണ് ഭാഗ്യ തറയിൽ കിടന്നവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചൂടാകുമ്പോൾ അതിൽ നിന്ന് വരുന്നത് വൈറ്റമിൻ ഡി ആണ്. പിന്നെ ഒന്ന് കൽക്കരി. പിന്നെ ഒന്ന് നമ്മുടെ കടപ്പുറത്തെ മണൽത്തരികൾ. സായിപ്പുമാരൊക്കെ ഒന്ന് കിടക്കുന്നുണ്ടില്ലേ? നട്ടുച്ചയ്ക്ക് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നട്ടുച്ചയ്ക്ക് കിടക്കുന്നുണ്ടോ? ഷീറ്റൊക്കെ വിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ മെഷീനിൽ ഷീറ്റൊക്കെ വിരിക്കുകയാണ്, ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സാധനങ്ങളെയൊക്കെ ഇടിച്ച് ഷേപ്പ് പറഞ്ഞിട്ടാണ് ഈ സാധനങ്ങളെയല്ല. അപ്പം തന്നെ ഇതല്ലേ മീതാ നിന്റെ അപ്പോൾ ഒരു ഷീറ്റ് അതെ വിരിച്ചു. ഇനി ഉദ്ഘാടനം ആരാ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ആരാ ഉദ്ഘാടനം? സരിതയാണോ?
സജിതയാണോ ഉദ്ഘാടനം? ആ നീ ഉദ്ഘാടിച്ചോ കുടിയപ്പ. ആ നീ ഉദ്ഘാടിച്ചോ. കുഴിയുണ്ട്, പതിയെ ഇറങ്ങണം, പതിയെ എടി പതിയെ. അടിപൊളി. ചെയ്ത് കിടത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനാമേനെയൊക്കെ എടുത്ത് വയറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തപ്പോ എന്നൊക്കെ പറഞ്ഞേ ഞങ്ങൾക്ക് ഇലവ് ചെയ്യണം. അതിനകത്ത് മണിച്ചേച്ചി ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് അല്ലേ, എല്ലാത്തിനും ചെലവ് ചെയ്യാം കേട്ടോ. എല്ലാവരും വന്ന് മെഷീനെ കയറിക്കോ, അടിപൊളി ആയിക്കോളും, നടുവും കൂരയൊക്കെ റെഡി ആയിക്കോളും. ആ കയറിക്കോ. നമ്മുടെ ഒരു ചേട്ടനെ സെറ്റാക്കി കിടത്തിയിട്ടുണ്ട്. അവർ പോവുക കേട്ടോ. അവർ വന്ന് എല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി തന്നിട്ട് അവർ പോവാ. കിടക്കുന്ന കിടപ്പുണ്ടോ ആമക്കുട്ടനെ ഉപയോഗിച്ച് നല്ല സുഖിച്ചുള്ള കിടപ്പ് കിടക്കുന്ന കേട്ടോ. എല്ലാം അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടോ നടുവരൊക്കെ? സൂപ്പറാണോ? വേദന എടുക്കുന്നുണ്ടോ? ആണോ? എൻ്റെ നടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ പാലായി കൊണ്ടുപോയത് നമ്മുടെ ലേഹ ചേച്ചിയാണ് കേട്ടോ. 10 ദിവസം പോയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വ്യത്യാസമായി. അപ്പോൾ ലേഹ ചേച്ചി ഏതായാലും ദൈവവൃത്തത്താൽ മിഷ്യൻ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പുവരെ തന്നെ ഇപ്പം മിഷ്യൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലായിക്ക് പോകുന്നതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെളുപ്പിനെ എണീറ്റ് മഞ്ഞത്ത് തണുപ്പത്ത് ഭയങ്കര ദുരിതമായിരുന്നു അല്ലേ. 4 മണിക്ക് എണീറ്റ് 5 മണിയുടെ ബസ്സിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേദന ഓർത്ത് നമ്മൾ പോകുമായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ മിഷ്യൻ വന്നിട്ടുണ്ട്. ഇവൻ നിസ്സാരക്കാരനൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം കൊളസ്ട്രോള്, ഷുഗർ, നട്ടലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, പിന്നെ ശ്വാസം മുട്ടൽ, BP, കൈവേദന, ഷോൾഡർ വേദന, പല്ലുവേദന, അതേ ചേച്ചിയുടെ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എല്ലാം മാറി. അത് തന്നെ ചേച്ചിക്ക് നല്ലതായിട്ട് വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് സ്ലിമ്മായി. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള പിന്താവണ്ണം മൊത്തം പോയി. അപ്പം ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്രദമായി കേട്ടോ. അപ്പം നല്ല അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ വേറെ 2 സംഭവങ്ങളും കൂടെ ഉണ്ട്. ഇത് വൈബ്രേറ്റ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റോളാണ് കേട്ടോ. നമ്മൾ ഉരുട്ടുന്ന ഒരു ബോളാണ് അതിനകത്ത്, കൈക്ക് വേദനയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതല്ലാണ്ട് ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു മാറ്റും കൂടെ ഉണ്ട്. അത് സെറ്റാക്കുന്നേ ഉള്ളൂ. ആ മാറ്റലും കിടന്നു കഴിയുമ്പോൾ നമുക്ക് ശരീരം ചൂടാകും നന്നായിട്ട്. അപ്പോൾ ഉപ്പുതറയിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സമീപിക്കുക കേട്ടോ. നടുവേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ അറിഞ്ഞു കേട്ടൊക്കെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട പൈസയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ 900 രൂപ 1000 രൂപയൊക്കെ ആവും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പം അതെ അപ്പോൾ എല്ലാവരും സമീപിക്കുക കേട്ടോ. ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാലേ നമ്മുടെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരു ചേട്ടായി ഇതൊക്കെ ചെയ്ത് തന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചേട്ടായി ഇപ്പം വന്നു കേട്ടോ. ചേട്ടായി ക്യാമറയ്ക്കകത്തോട്ട് വിളിച്ചിട്ട് പുറത്തേ ലൈറ്റ് ഇടറി എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ ലൈറ്റ് ഇടാനാ, ട്യൂബ് ഇടാനാന്നാണ് വിചാരിച്ചേ. പക്ഷെ അല്ല, നമ്മുടെ വേലിയിലെ കളറൊക്കെ ചേഞ്ച് വരുത്തി. എൻ്റെ പൊന്ന് ദൈവം, ഇതെപ്പോൾ മാറ്റിയേട്ടായി? ഞാനിതൊന്നും കണ്ടുമില്ല, അറിഞ്ഞില്ല കേട്ടോ. അതാണ് മുമ്പേ ആ മോനെ കൊണ്ട്. അയ്യോ, ആ വയലറ്റ് ഒരു സുഖമില്ലാതെ ഇപ്പം അങ്ങേറ്റത്തേത് കളർ തീരെ ഇല്ലാണ്ടായിപ്പോയി അല്ലേ. ഇത് കൊള്ളാം, നല്ല ചുമനൊക്കെ മേടിക്കാമല്ലേ. അങ്ങേറ്റത്ത് ഒരു ഇച്ചിരിയും വിട്ടോളൂ. പിന്നെ മാറ്റാം. ഏത് ഇനി വേറെ ഉണ്ടോ? വേറെ ഏത് കളറുള്ളൂ? ഇതിപ്പോൾ എപ്പോൾ കൊണ്ടുവന്ന് പിടിപ്പിച്ച? എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു കേട്ടോ, പുറത്തെ ലൈറ്റ് എറിയുന്ന. ഇതിപ്പം നമ്മുടെ മാളൂട്ടിയുടെയും ജിഷിൻ്റെയൊക്കെ അവിടുത്തെ മതിയായി. അയ്യോ, അവിടെ നല്ല കളറാണ്. അപ്പോൾ നീലയൊക്കെ നല്ലതായിരുന്നു ചേട്ടാ, ഈ കടും നീലയും ചുമപ്പും ഒക്കെ. കുഴപ്പമില്ലെന്നാലും സെറ്റ്. ഇവിടുത്തേതൊക്കെ നമ്മൾ ഊരി മാറ്റിയില്ലേ, ഇവിടുത്തെ എന്നാ പറഞ്ഞത് മുറ്റമ്പണി വന്നപ്പോൾ. അടിപൊളി. സെറ്റാടേ, സെറ്റാക്കി തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ട്യൂബ് വന്നിട്ട് ട്യൂബ് ഇട്ടാൽ വെട്ടം പോയി അല്ലേ? ഇട്ടാൽ ഒന്ന് നോക്കട്ടെ. ഇട്ടാൽ അറിയത്തില്ല, അറിയാം ചെറുതായിട്ട്. ഇങ്ങനെ കിടക്കണം, നല്ല ഭംഗി. കൊള്ളാം, സെറ്റ്.
അയ്യോ കിങ്ങിണിമോളെ വിളിച്ചു ഹായ് വാവ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവളെ കാണിച്ചതിനുള്ള താങ്ക് യു. ഇവിടുത്തേത് മഞ്ഞ കേട്ടോ, മഞ്ഞ. പിന്നെ ആ മൂലയിലെ ഒരെണ്ണം പോയി, അത് കൊത്തുന്നില്ല അല്ലേ. പിന്നെ പച്ച ആണ്. അല്ല അവത്തിൻ്റെ കണക്ഷൻ പിടിപ്പിച്ചായിരുന്നു, എന്തോ പ്രശ്നം വന്നിട്ട്. എന്തെങ്കിലും ആവട്ടെ, എന്നാലും അത്രയും സൂപ്പർ. അതന്നെ. അപ്പോൾ നമ്മുടെ പുൽക്കോളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിപ്പോൾ ചെറിയൊരു ഓരപ്പടക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. വരുന്നുണ്ട് ഇതിനകത്ത് വേറെ ഒരുപാട് പരിപാടി വരുന്നുണ്ട്. അതിലുപരി നമുക്ക് ഈ സിന്ധു ഇപ്പം 10 ദിവസം പാലായി പോയായിരുന്നല്ലോ. പാലായി പോയി അതിൻ്റെ ഒരു പറയാൻ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മറ്റേ ഒരു മസാജ് പോലെ ഒരു സാധനം. അതെ, മസാജ് എന്ന് പറഞ്ഞാൽ തെറാപ്പി സെന്റർ അതുപോലെ അത് മിഷനാണ്. മിഷനാണ്. അതിപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു സാധനം നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അതെ, നല്ലൊരു എമൗണ്ട് കൊടുത്താണ് അവർ മേടിച്ചേക്കുന്നത്. അതെ, നല്ലൊരു എമൗണ്ട് കൊടുത്ത് മേടിച്ചപ്പം അപ്പൊ ഈ പാലായി പോകേണ്ട കാര്യമില്ല ഇനിയിപ്പോ. അതെ അതെ, വണ്ടിക്കൂലിയും മുടക്കി ഇവിടെ ചെയ്താൽ മതി. അതെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ അസുഖത്തിനും ഉപയോഗപ്രദമാണ് ചേട്ടാ. ഞാൻ വലിയ ഇത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കാലുവേദന, മുട്ടുവേദന, എല്ലാത്തിനും ചേട്ടാ ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 10 ദിവസം ഞാൻ പാലായി പോയപ്പോ കിടന്നു രാത്രിയിൽ വേദന ഇല്ലല്ലോ അല്ലേ? 10 ദിവസം പിന്നെ ഈ വണ്ടി യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത്രയും അതുപോലെ തന്നെ ഞാൻ വെളുപ്പിന് വേണ്ടി തുമ്മുന്നും ചീറ്റുന്നും ഇല്ലായിരുന്നില്ല 10 ദിവസം. അത്ഭുതം എന്ന് പറയാം കേട്ടോ. മിഷൻ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചേച്ചി, അതെ അതെ, ലേഖ ചേച്ചി മേടിച്ചിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് ആയാലും. അതെ, അത്രയും പൈസ മുടക്കിയൊക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പം ഉപ്പേറയിലൊക്കെ നമ്മുടെ ഉപ്പാറക്കാർക്ക് ആർക്കെങ്കിലൊക്കെ ഉണ്ട്, അത് ഉപകാരപ്രദമാകും. അതെ, നിങ്ങളൊന്ന് അവിടെ വന്ന് ചെയ്യുക, സഹകരിക്കുക. നല്ലൊരു ഇതാണ്. കാരണം വേറെ നമ്മളിതിപ്പം പരസ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചേട്ടായിക്ക് കൈക്കും കാലിനും ഒക്കെ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടായിനെയും അടുത്ത പോകാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപ്പേറക്കാർക്കൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ വേണമെങ്കിൽ പോവുക, പോവുകയൊക്കെ ചെയ്യാം. ഉപ്പേറയല്ല ഈ പ്രദേശക്കാർക്കൊക്കെ ഞാൻ പറയും. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നമ്മള് കുറെ സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. നോക്കാം. നല്ല ഇതായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ക്രിസ്മസിന്റെ ചെറിയൊരു ഓർപ്പടക്കേ ഉള്ളൂ. ഇനി അടുത്ത ബമ്പൻ അമിട്ട് പൊട്ടിക്കാനായിട്ട് പറ്റട്ടെ, തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതേപോലെ അല്ലേ? നമുക്ക് ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തു തന്നു. അതെ, ബാക്കിയും കൂടെ തമ്പുരാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. അതെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതേ കണക്കൊക്കെ നടക്കട്ടെ. കാരണം നല്ലൊരു സ്വർഗം മാരിയുണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ അല്ലേ? അപ്പൊ ഒത്തിരി നമുക്കൊരു വലിയൊരു ലൈറ്റ് ഉണ്ട്, ലൈറ്റും കൂടെ പിടിപ്പിക്കണം. അതെ അതെ, അതൊക്കെ നമുക്ക് വരും വഴികളിൽ കാണാം. സമയമില്ലാത്തതുകൊണ്ടാണ്, ജൂണിന് സമയമില്ലാത്തതുകൊണ്ടാണ് പറ്റിയത്. ഇപ്പൊ നിങ്ങളെ വേറെ ആളെ വിളിക്കാം. പിന്നെ വേറെ ഒരുപാട് പരിപാടി ഉണ്ട്. ഇത് കഥകാലം ഒരു പരിപാടി പിടിപ്പിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. അതെ അതെ, അതൊക്കെ വരുന്ന വീഡിയോസിനകത്ത് നമുക്ക് കാണിക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ അഭിപ്രായം, വളരെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.